ജോർദാൻ എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ? എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത ട്രാവൽ ഡെസ്റ്റിനേഷൻ ജോർദാൻ ആക്കിക്കൂടാ? ഓഫ് കോഴ്സ് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട്, അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ പോവാണ്ടിരിക്കുവോ? വീട്ടുകാർ സമ്മതിക്കണ്ടേ? ഈ ജോർദാനിൽ പോയിട്ട് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ പോകുന്ന കാര്യം പോലും വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചോദിക്കാറില്ല. പലരും ചോദിക്കാറില്ല വീട്ടില്. കാരണം നമുക്കറിയാം ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ കൊടുങ്കാറ്റുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചോദിക്കാത്തത്. ഇനിയിപ്പോ ചോദിക്കുകയാണെങ്കിൽ തന്നെ പറയും കെട്ടിയോനായിട്ട് ഹണിമൂണായിട്ട് പോയിക്കോന്ന്. ഇപ്പൊ ഇതിനു വേണ്ടി മാത്രം ഒരു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അത് പോയി വന്നതിന് ശേഷം ഞാൻ അയാൾ എന്ത് ചെയ്യും? പിന്നെ സെക്കൻഡ് കാര്യം എന്താ വെച്ചാൽ കാശില്ല. അവിടെ പോയിട്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാശ് വേണ്ടേ? ഈ കാശ് ഇവിടുന്ന് വരും? കാശില്ല. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ ഒരു സ്ഥലത്തേക്ക് വരുന്ന സുഹൃത്തുക്കൾ എനിക്കില്ല. 4 പേര് വിളിച്ചാൽ അതിൽ 3 പേര് എന്തായാലും ഒഴിയും. ലാസ്റ്റ് പ്ലാൻ ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. ഇതുപോലെ നടക്കാത്ത ഒരുപാട് പ്ലാനുകൾ പ്ലാൻ ചെയ്ത് സമയം കളയുന്നത് ഞങ്ങളുടെ മറ്റൊരു ഹോബി കൂടിയാണ്. അത് വേറൊരു കാര്യം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം കളയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് എന്തുകൊണ്ട് ജോർഡാൻ പോയിക്കൂടാന്നുള്ള ചോദ്യത്തിനോട് ഉള്ള എന്റെ വിലയേറിയ അഭിപ്രായം ഞാൻ അവിടെ രേഖപ്പെടുത്താണ്. ഇനി മേലാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് റീൽസ് ഉണ്ടാക്കരുത് പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങൾ പോണതോ പോയിക്കോ. ഞങ്ങൾക്ക് പോകാനുള്ള വകയില്ല. ഞങ്ങൾ പിച്ചുകാരാണ്. ഞങ്ങളുടെ വീട്ടുകാർ മഹാബോറാണ്. ഒരു സ്ഥലത്തേക്ക് വിടത്തില്ല, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വിടത്തില്ല. ഇങ്ങനെ ഇൻ കേസ് എങ്ങോട്ടേലും പോകണമെങ്കിൽ അവരും കൂടെ വരുന്നതാണ് പറയാ. അപ്പൊ അതുകൊണ്ട് വെറുതെ വേണ്ട. വീട്ടിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇനി കണ്ട നാട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അപ്പൊ അത് കാരണം നിങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ആരും പോകുന്നില്ല. നിങ്ങൾ പോയതോ പോയി. ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് ഇടുക, കമന്റ് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.